വലിയ പ്രതീക്ഷകളോടെ പ്രവർത്തനം തുടങ്ങിയ പിലിക്കോട് കാലിക്കടവിലെ വനിതാ വ്യായാമ പരിശീലന കേന്ദ്രം മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നു. ഇതുമൂലം ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങളാണ് ഇവിടെ ഉപയോഗശൂന്യമായി നശിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വനിതകളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും പിലിക്കോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 21 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാലിക്കടവ് മൈതാനത്തിന് സമീപം ഫിറ്റ്നസ് സെന്ററും വായനമുറിയും സ്ഥാപിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ വലിയ ജനപങ്കാളിത്തത്തോടെയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. തുടർന്ന് ഒരു താൽക്കാലിക വനിതാ പരിശീലകയെ നിയമിച്ച് കുറച്ചുകാലം കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം വിജയകരമായി മുന്നോട്ടു പോയിരുന്നു. എന്നാൽ പിന്നീട് ഈ പരിശീലക മാറിയതോടെ സെന്ററിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുകയായിരുന്നു. വ്യായാമം ചെയ്യാനെത്തുന്നവരിൽ നിന്നും ഈടാക്കുന്ന ഫീസിൽ നിന്നും തുക സമാഹരിച്ച് പരിശീലകർക്ക് ശമ്പളം നൽകുന്ന രീതിയിലാണ് ഈ കേന്ദ്രം വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചത്ര ആളുകൾ സ്ഥിരമായി പരിശീലനത്തിന് എത്താതിരുന്നതും കുറഞ്ഞ വേതനത്തിൽ മികച്ച പരിശീലകരെ ലഭ്യമാകാത്തതുമാണ് ഇത്തരം ഗ്രാമീണ ഫിറ്റ്നസ് സെൻ്ററുകൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വ്യായാമ ഉപകരണങ്ങൾ മാസങ്ങളായി ഉപയോഗിക്കാത്തതിനാൽ നശിക്കാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി ഇടപെട്ട് വ്യായാമ പരിശീലന കേന്ദ്രം പുനരാരംഭിക്കണമെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.